ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാർക്കറ്റിൽ നടന്നത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നടന്നതെന്ന് കാണാൻ കഴിയും. ഇന്നലെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തുകൊണ്ട് വലിയ ലോയിലേക്ക് പോയി തിരിച്ചു കയറി 23,600 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഇന്നാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയിട്ട് പിന്നീട് ഒരു വലിയ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് 23,600 നിന്നതായിട്ടും കാണാം. അപ്പോൾ ഇന്നലെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ ഇന്ന് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ നിഫ്റ്റി 50 പോസിറ്റീവ് ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഒക്കെ നെഗറ്റീവിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഇന്ന് നേരെ തിരിച്ച് നിഫ്റ്റി നെഗറ്റീവിലായപ്പോൾ ബ്രോഡ് മാർക്കറ്റിലുള്ള മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഇന്നലെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ കുറവും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ കൂടുതലുമായിരുന്നു. ഇന്നാണെങ്കിൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ കുറവും അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലുള്ളത്. ഏകദേശം 60% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തപ്പോൾ 36% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു റേഞ്ച് ബോണ്ടായിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ സെക്ടർ റൊട്ടേഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബ്രോഡ് മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പും മൈക്രോ ക്യാപ്പുകളും തമ്മിലൊക്കെയുള്ള അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ഡേയുടെ പ്രത്യേകത, ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേ ആണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി എക്സ്പയറിയുടെ ഒരു മാക്സിമം പെയിൻ ലെവൽ എന്ന് പറയുന്നത് 23,600 ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 23,700 മുകളിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ നമുക്കറിയാം, എക്സ്പയറി ദിവസങ്ങളിൽ വലിയ തോതിൽ ഓപ്ഷൻ റൈറ്റിംഗ് നടത്തിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ 23,600 ലെവലിനടുത്ത് എത്തിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടം അവർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലോസിങ്ങിന് വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻഡെക്സ് മാനേജ്മെൻ്റ് ആണ് മൊത്തത്തിൽ ഇന്ന് നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ 23,700 നിഫ്റ്റിയിൽ വൻതോതിലുള്ള കോൾ റൈറ്റിങ്ങും ഒപ്പം തന്നെ വമ്പിച്ച പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ഇതാണ് മാർക്കറ്റിനെ അവസാന നിമിഷങ്ങളിൽ പിറകോട്ട് വലിച്ചതെന്ന് കാണാം. അതുപോലെ ഇന്ന് ഇന്ത്യ വിക്സിലും നേരിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആ വളറ്റിലിറ്റി കുറച്ച് കുറഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ 18 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് വന്നിട്ടുണ്ട്. കൂടാതെ ബ്രണ്ട് ക്രൂഡിലും നേരിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. 109, 110 എന്ന റേഞ്ചിലാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. ഇന്നലെ അത് 112 വരെ പോയതായിരുന്നു. എന്നാൽ ഇന്ത്യൻ റൂപ്പിയുടെ ഡോളറിനെതിരെയുള്ള ഒരു വീഴ്ച അത് ഇപ്പോഴും അപകടകരമായ രീതിയിൽ തുടരുകയാണ്. 96.5 എന്ന ലെവലിലൊക്കെയാണ് നമ്മളിപ്പോൾ ഡോളറിനെതിരെ ഇന്ത്യൻ റൂപ്പി കാണുന്നത്. അപ്പോൾ ഇന്ന് സെക്ടോറൽ ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IT-യും റിയൽറ്റിയുമാണ് കാര്യമായ മുന്നേറ്റം നടത്തിയത്. IT സ്റ്റോക്കുകളിൽ 3% കൂടുതലുള്ള ഒരു വമ്പിച്ച മുന്നേറ്റമാണ് നടന്നത്. അതേസമയം റിയൽറ്റിയിൽ 1% കൂടുതലുള്ള റിക്കവറി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, IT സ്റ്റോക്കുകൾ ഇന്നലെയും ശക്തമായ മൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഡിമാൻഡിൽ ഉണ്ടായിട്ടുള്ള കുറവും അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉയർത്തുന്ന വെല്ലുവിളികളും കാരണം IT സ്റ്റോക്കുകളിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ 27% ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു കറക്ഷന് ശേഷം സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ വളരെ ആകർഷകമായ നിലവാരത്തിൽ എത്തിയതിനാൽ വൻകിട ഇൻവെസ്റ്റേഴ്സ് ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 10 സ്റ്റോക്കുകളും വമ്പിച്ച മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇൻഫോസിസും കോഫോജും ഒക്കെ 4% മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അപ്പോൾ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഓപ്പൺ AI കൊണ്ടുവന്ന പുതിയ പ്രഖ്യാപനങ്ങൾ ഈ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള IT ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സിനെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു ഭീതി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ വമ്പിച്ച ക്രാഷാണ് ഈ മാസം തുടക്കത്തിലുണ്ടായത്. എന്നാൽ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭീഷണി അസ്ഥാനത്താണെന്നും അതൊരു ഓവർ റിയാക്ഷനുമാണെന്നും പൊതുവെ മാർക്കറ്റ് കണക്കുകൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ IT സർവീസസ് കമ്പനികളായിട്ടുള്ള ഇൻഫോസിൻ്റെയും ടാറ്റയുടെയും ഒക്കെ സേവനങ്ങൾ ഈ IT ട്രാൻസിഷൻ സ്റ്റേജിലും വലിയ തോതിൽ ആവശ്യമായി വരുമെന്ന് മാർക്കറ്റ് ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ IT സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റിവിറ്റി താൽക്കാലികമായിട്ട് നിറക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ റൂപ്പി വലിയ തോതിൽ താഴോട്ടേക്ക് പോകുന്നതും IT സ്റ്റോക്കുകൾക്ക് ഗുണകരമായി മാറുന്നുണ്ട്. കാരണം ഇവരുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും വരുന്നത് ഡോളറിലാണ്. ഇപ്പോൾ ഡോളർ ശക്തമാകുമ്പോൾ IT സ്റ്റോക്കുകളുടെ ഒരു മാർജിൻ വലിയ തോതിൽ വർദ്ധിക്കുമെന്നുള്ള ആ ഒരു സ്പെക്കുലേഷനും ഈ ഒരു റാലിക്ക് പിന്നിലുണ്ട്. ഇതേപോലെ തന്നെ IT സ്റ്റോക്കുകൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും റിയൽറ്റി സ്റ്റോക്കിലും അതിൻ്റെ ഒരു പ്രതിഫലനം പൊതുവേ ഉണ്ടാകാറുണ്ട്. കാരണം ഇന്ത്യയിലെ വൻകിട സിറ്റികളായിട്ടുള്ള ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, ബോംബെ എന്നിവിടങ്ങളിലെ വലിയ ഓഫീസ് സ്പേസുകളും ടെക് പാർക്കുകളും റെന്റിനെടുക്കുന്നത് IT കമ്പനികളാണ്. അപ്പോൾ IT സെക്ടർ പ്രതിസന്ധിയിലാകുമ്പോൾ അവർ പുതിയ ഓഫീസുകൾ എടുക്കുന്നത് കുറയ്ക്കുകയും ചെലവ് ചുരുക്കുകയും ചെയ്യും. എന്നാൽ IT സെക്ടറിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും ഗ്ലോബൽ ലെവലിൽ ബിസിനസ് മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടാകുമ്പോൾ ഈ IT കമ്പനികൾ വീണ്ടും വലിയ ഓഫീസ് സ്പേസുകൾ, കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നത്
റിയൽ എസ്റ്റേറ്റ് മേഖലകൾക്കൊരു ആത്മവിശ്വാസം നൽകും. അപ്പോൾ അത്തരം ഒരു സ്പെക്കുലേഷൻ ആ ഒരു മേഖലയിലും ഉണ്ട്. അപ്പോൾ അതാണ് റിയൽറ്റി സ്റ്റോക്കിലും ഒരു മുന്നേറ്റം നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഗ്ലോബലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ, പ്രത്യേകിച്ച് US ഇറാൻ സംഘർഷത്തിൽ അവിടെ ട്രംപിൻ്റെ പുതിയ തീരുമാനം വന്നതായിട്ടും കാണാൻ കഴിയും. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക ആക്രമണം ട്രംപ് താൽക്കാലികമായിട്ട് മാറ്റിവെച്ചതായിട്ട് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ മെയ് 19-നാണ് ഇറാനെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ഒരു വാർ എസ്കലേഷൻ. എന്നാൽ അവിടെ ഒരു സമാധാന ചർച്ചകൾക്ക് വഴി തുറന്നതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഇറാൻ ചില പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും അത് മധ്യസ്ഥ രാജ്യങ്ങൾ വഴി അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും കൂടാതെ ഖത്തർ, സൗദി അറേബ്യ, UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ചർച്ചകൾക്ക് സമയം അനുവദിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നുമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ട്രംപ് പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് തൻ്റെ പതിവ് ശൈലിയിലുള്ള മുന്നറിയിപ്പുകൾക്കോ ഭീഷണികൾക്കോ യാതൊരു കുറവും വരുത്തുന്നില്ല. അപ്പോൾ ഈ ചർച്ചകളിൽ ഇറാൻ അവരുടെ ന്യൂക്ലിയർ സ്വപ്നങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനിക ആക്രമണം നടത്താൻ US സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയതായിട്ടും പറയുന്നുണ്ട്. ഹോർമസ് സ്ട്രേറ്റിലുള്ള ആ ഒരു സാങ്ഷൻസും അവിടുത്തെ ആ ഒരു കോൺഫ്ലിക്റ്റും സംഘർഷാവസ്ഥയുമൊക്കെ ഇപ്പോഴും തുടരുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ നിന്നുള്ള പിന്മാറ്റം ക്രൂഡ് ഓയിലിന് ഒരു സ്റ്റെബിലിറ്റി നൽകിയിട്ടുണ്ട്. അതിന്ന് 110 മുകളിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക നൽകിയിരിക്കുന്ന ആ ഒരു സാങ്ഷൻസ് വെയ്വർ അത് മെയ് 16-ന് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ അത് 30 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്തത് ഇപ്പോൾ ഉൾക്കടലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ കപ്പലുകളിലുള്ള ഈ എണ്ണകൾ വാങ്ങാനുള്ള ഒരു എക്സ്റ്റൻഷനാണ്. എന്നാൽ ഇന്ത്യ വളരെ ഫേമായിട്ട് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഈ സാങ്ഷൻ വെയ്വർ ഇല്ലെങ്കിലും വാങ്ങുമെന്നുള്ള ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയെ ആശ്രയിച്ചുകൊണ്ടുള്ള ആ ഒരു ഓയിൽ ഇറക്കുമതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മെയ് മാസത്തിൽ മാത്രം ഡെയിലി 2.3 മില്യൺ ബാരൽ എന്ന റെക്കോർഡ് ലെവലിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത്. ഇതുകൂടാതെ മാർക്കറ്റിൽ ഇപ്പോൾ പോസിറ്റീവായി വരുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഇന്ത്യൻ മാർക്കറ്റിൽ വൻതോതിൽ വിറ്റഴിച്ച വളരെ അഗ്രസീവായി സെല്ല് ചെയ്ത FIAs തികച്ചും അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയിൽ നെറ്റ് ബയേഴ്സാണ്. ഇപ്പോൾ മെയ് 14-ന് അവർ 187 കോടിയുടെ ഒരു ചെറിയ ബൈങ്ങാണ് നടത്തിയെങ്കിൽ മെയ് 15-ന് 1329 കോടിയുടെ ബൈങ് നടത്തി. മെയ് 18-ന് ഇപ്പോൾ 2813 കോടിയുടെ ബൈങ്ങാണ്. അപ്പോൾ തുടർച്ചയായ 3 ട്രേഡിംഗ് ഡേയിൽ ഈ രീതിയിൽ അവർ ബൈങ് നടത്തിയത് മാർക്കറ്റിൽ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസങ്ങളിൽ ഇവർ ബൈങ് നടത്തിയിരുന്നില്ല. കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവർ കണ്ടിന്യൂസ് സെല്ലേഴ്സ് ആയിരുന്നു. ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഇവർ വാങ്ങിയത് മാർച്ചിലായിരുന്നു. മാർച്ചിൻ്റെ അവസാന ആഴ്ചകളിൽ ഒരു തുടർച്ചയായ ദിവസങ്ങളിൽ വൻതോതിൽ ബൈങ് നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ശക്തമായ സെല്ലിംഗ് അവർ ആരംഭിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ അവരെ ഇപ്പോൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, തുടർച്ചയായ ഈ വീഴ്ചയ്ക്ക് ശേഷം പല ഇന്ത്യൻ ലീഡിംഗ് ഓഹരികളും, പ്രത്യേകിച്ച് ബാങ്കിങ്, IT സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളും റീസണബിൾ വാല്യുവേഷനിൽ ലഭ്യമാണ്. ഇതാണ് FIAസിനെ ആകർഷിക്കുന്നത്. അപ്പോൾ IT സ്റ്റോക്കുകളിൽ ഒരു ബൈങ് നടത്തുന്നത് FIAs ആണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഇന്ന് അതേപോലെ നമ്മുടെ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിട്ട് നടന്നത് ഈ പെട്രോൾ ഡീസൽ വിലയിലുണ്ടായിട്ടുള്ള 2ാമത്തെ വർധനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ പല ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ ഒരു തിരിച്ചുവരവ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ IOCL ഏകദേശം 2%, BPCL 2%, HPCL 3% ഒക്കെ മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇന്നത്തെ വില വർധനവ് പെട്രോൾ ഡീസൽ വിലകളിൽ 90 പൈസയോളം വർധനവ് വരുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നടത്തുന്ന 2ാമത്തെ വർധനവാണിത്. ആദ്യത്തെ വർധനവ് 3 രൂപയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വില വർധനവ് നടത്തുന്നതോടെ നിലവിൽ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടം ചെറിയ തോതിൽ നികത്താനാവുമെന്നും അവരുടെ ഒരു മാർക്കറ്റിംഗ് മാർജിൻ മെച്ചപ്പെടുമെന്നും ഇൻവെസ്റ്റേഴ്സ് കണക്കുകൂട്ടുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രൈസ് ഹൈക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിവെക്കപ്പെടുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറച്ചൊക്കെ താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വില വർധനവും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിലും കൂടി ലഭിക്കുന്നതോടെ ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടാൻ സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവിടെ ഉണ്ട്. ഇതുകൂടാതെ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളെ പോസിറ്റീവായി സ്വാധീനിച്ച മറ്റൊരു ഘടകം നമ്മൾ കാണുന്നത് ഇന്നലെ പുറത്തു വന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവരുടെ Q4 റിസൾട്ടിൽ നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 6% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 78% വർധനവുമാണ്.
ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസിൽ 1% വർധനവും പ്രോഫിറ്റിൽ 12% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രതിസന്ധികൾക്കിടയിലും മോശമല്ലാത്ത ഒരു റിസൾട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു റിഫൈനിങ് മാർജിൻ മെച്ചപ്പെട്ടതാണ് ഈ ലാഭം കൂടാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രോസ് റിഫൈനിങ് മാർജിൻ, അതായത് ഇവർ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് റിഫൈൻ ചെയ്ത് വിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു മാർജിൻ, അത് ബാരലിന് ഏകദേശം $7.5 മുതൽ $8.5 എന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് മുൻ ക്വാർട്ടറുകളെ അപേക്ഷിച്ചിട്ട് വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ഇൻക്രീസിന് കാരണമായിട്ടുള്ളത്. എന്നാൽ FY25 ഇതിലും മെച്ചപ്പെട്ട മാർജിൻ ഉണ്ടായിരുന്നു. കാരണം 2025 ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ കുറഞ്ഞിരുന്നു. കാരണം റഷ്യ ഉക്രൈൻ വാർ ആരംഭിച്ചതിന് ശേഷം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ട് റൈസിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ടിൽ ഇന്ത്യക്ക് വലിയ തോതിൽ എണ്ണ വിറ്റിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് IOCയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഗ്രോസ് റിഫൈനിങ് മാർജിനാണ് രേഖപ്പെടുത്തിയത്. അന്ന് ബാരലിന് 10 മുതൽ 11.5 എന്ന ലെവലിലുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻ അവർ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ റഷ്യൻ സാങ്ഷൻസ് വന്നതോടുകൂടി മാർജിൻ കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് ഈ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ Q4 നമ്മൾ കാണുന്നത്. കൂടാതെ റീറ്റെയിൽ സെയിൽസിൽ വലിയ കുറവ് വരാതിരുന്നതും അതുപോലെ തന്നെ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്യൂവലിന്റെ ഡിമാൻഡ് കൂടിയതും IOCയുടെ ലാഭം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ IOC സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ആകർഷകമാകുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ഉയർന്ന ഡിവിഡൻഡ് ഈൽഡാണ്. ഇപ്പോൾ നിലവിലുള്ള ഡിവിഡൻഡ് ഈൽഡ് 5% മുതൽ 7% വരെയാണ്. FDയിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 to 7% ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിനെക്കാട്ടും മെച്ചപ്പെട്ട ഡിവിഡൻഡാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞ 5 മുതൽ 10 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് ഇവർ സ്ഥിരമായിട്ട് നിലനിർത്തുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൂടാതെ IOCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത, UAEയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി അഥവാ അഡ്നോക്കുമായി ചേർന്നുകൊണ്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് LNG ഇറക്കുമതി ചെയ്യുന്നതിനായുള്ള ഒരു ലോങ് ടേം കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ഒരു കരാർ പ്രകാരം ഓരോ വർഷവും 1.2 മില്യൺ മെട്രിക് ടൺ LNG ആണ് ഇന്ത്യയിലേക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ ലോങ് ടേം റവന്യൂവിനെ സേഫ് ആക്കുന്ന ഒരു കരാറാണ്. ഇപ്പോൾ IOCയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു മൾട്ടി ബാഗർ ഹൈ ഗ്രോത്ത് സ്റ്റോക്ക് അല്ല, ഇതൊരു വാല്യൂ സ്റ്റോക്കാണ്. കാരണം ഇതിൻ്റെ PE റേഷ്യോ വളരെ കുറവാണ്. കൂടാതെ ഇതൊരു ഡിവിഡൻഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്ഥിരമായിട്ടുള്ള ഒരു പാസീവ് ഇൻകം, റെഗുലർ ഡിവിഡൻഡ് ഇൻകം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായ സ്റ്റോക്കാണ് IOC അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു PSU കമ്പനി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി വലിയ തോതിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വളറ്റിലിറ്റി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു അഗ്രസീവായിട്ടുള്ള ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ നമ്മൾ ഇത്തരത്തിലുള്ള PSU ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി സ്റ്റോക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഡിവിഡൻഡ് മാത്രമാണ് ഇവിടെ ആകർഷകമായിട്ടുള്ള ഘടകം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.